ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സംസാരിക്കുന്നത്. നമ്മുടെ വീടുകളിൽ നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് ഇന്ന് ആദ്യ പാഠം എന്ന പോലെ കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ട്. അത് ഇന്ന് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലും യൂട്യൂബ് ചാനലിലും ഒക്കെ നിറഞ്ഞു നിന്ന കുംഭകോണത്തിൽ പങ്കെടുത്ത ഒരു മാല വിൽപ്പനക്കാരി, ഒരു മൊണോലിസ, ആ കുട്ടിയെ വളരെ മോശമായ രീതിയിലാണ് എൻ്റെ കാഴ്ചപ്പാടിൽ. എനിക്ക് ഒരമ്മ എന്ന നിലയ്ക്ക്, എനിക്ക് 3 പെൺകുട്ടികളുണ്ട്. അമ്മ എന്ന നിലയ്ക്ക് ഞാൻ അതിനെ കണ്ടത് വളരെ വിഷമത്തോടു കൂടിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുഞ്ഞു കുട്ടികളെ മുതലാണ് അതിൻ്റെ അടിസ്ഥാനം ഇട്ട് കൊടുക്കേണ്ടത്. അത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കൊടുക്കണം. കാര്യം, ഇന്നത്തെ കുട്ടികൾ ഭയങ്കര ബുദ്ധിയുള്ള കുട്ടികളൊക്കെ ആയതുകൊണ്ട് പഠനങ്ങളും വിദ്യാഭ്യാസങ്ങളും അവർ സ്കൂളിൽ നിന്ന് തന്നെ കിട്ടും. പക്ഷേ നമ്മുടെ വീട്ടിൽ നിന്ന് കൊടുക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊരു മാതാവിൽ നിന്നാണ് അത് ആദ്യം തുടങ്ങേണ്ടത്. കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഏത് ജാതിയോ മതമോ അതിൽ തന്നെ ആ കുട്ടികളെ ദൈവാധീനം, ഈശ്വര ആധീനം ഉണ്ടാക്കി കൊടുക്കുക. ഹിന്ദുക്കളാണെങ്കിൽ അവരെ കൊണ്ട് ചെറുപ്പത്തിൽ തന്നെ വിളക്ക് കത്തിപ്പിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ. ക്രിസ്ത്യൻസ് പള്ളിയിൽ അതവർ ചെറുപ്പം തൊട്ടേ പള്ളിയിൽ അങ്ങനെ ഉള്ള കുഞ്ഞുങ്ങളിൽ ദൈവാധീനം വളർന്നു കഴിയുമ്പോൾ ആ കുട്ടികൾക്ക് തെറ്റുകൾ ചെയ്യാൻ ഒരുപാട് അവർക്കൊരു തെറ്റ് ചെയ്യുമ്പോൾ അവർക്കൊരു വിലക്ക് വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ കുട്ടികളെ ആദ്യം തൊട്ടേ കൊടുക്കണ്ട. അങ്ങനെ കൊടുത്തു കഴിയുന്ന കുട്ടികൾ മാതാവിനോട്, ഒരു മാതാവിൽ നിന്നാണ് നമുക്ക് അത് കുഞ്ഞുങ്ങൾക്കത് കിട്ടേണ്ടത്. ആ മാതാവ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവൻ ചിട്ടയോടെ. എനിക്ക് ഇപ്പം 3 പെൺകുട്ടികളാണ്. അവർക്ക് 4 പേരക്കുട്ടികൾ എനിക്കുണ്ട്. അവരുടെ അമ്മമാരോട് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നതാണ്, മനുഷ്യത്വമുള്ള കുഞ്ഞുങ്ങളായിട്ട്. കാര്യം, സമൂഹത്തിലോട്ട് അവരിറങ്ങുമ്പം കുട്ടികൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. കാര്യം, ഇന്ന് വളർന്നു വരുന്ന തലമുറ എപ്പോഴും ഫോണിനൊക്കെ അഡിക്റ്റായി അവരെല്ലാ കാര്യങ്ങളും ചെറുപ്പത്തിലേ തന്നെ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് മാതാവ് അവർക്ക് തന്നെ കുറച്ച് കാര്യങ്ങൾ, ഇപ്പം മെച്യൂറാകുന്ന ഒരു 7, 8, 10 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് കുട്ടികൾ മെച്യൂറാകും. ആ സമയത്തോടുകൂടി നമ്മൾ അവരെ മുഴുവൻ കാര്യങ്ങളും അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലെങ്കിൽ അവർ പുറത്തോട്ടിറങ്ങി കുഞ്ഞുങ്ങളെ ചൂഷണം ചെയ്യപ്പെടുകയും അതിനെ അവരെ വിട്ടുകൊടുക്കാതെ നമ്മളിൽ നിന്ന്, ഒരു മാതാവിൽ നിന്ന് തന്നെ ആ കുഞ്ഞുങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വേണം സമൂഹത്തിലോട്ട് ഇറങ്ങാൻ. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഒരിക്കലും ഒരു തെറ്റ് പോയി ചെയ്യാൻ ഇടയാകത്തില്ല. ഇപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും ഇപ്പം 10 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എൻ്റെയൊക്കെ ആ പ്രായങ്ങളിലൊക്കെ 16 വയസ്സൊക്കെ ആയാലും പീരീഡ്സ് അങ്ങനെയൊന്നും ആകാറില്ല. പക്ഷേ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ നേരത്തെ 10 വയസ്സിലൊക്കെ പീരീഡ്സ് ആവും. ഇപ്പോൾ മിക്സഡ് ക്ലാസ് ആണ്. ഈ വളർന്നു വരുന്ന ആൺകുട്ടി, എൻ്റെ പേരക്കുട്ടിയുടെ കാര്യം തന്നെ ഞാൻ പറയുന്നത്, അനന്തൻ, അവനോട് അവൻ്റെ അമ്മ തന്നെ പറഞ്ഞു കൊടുക്കണം, മോനെ ഇങ്ങനെ ഒരു നമ്മൾ എല്ലാവർക്കും, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും മെച്യൂർ ആകുന്ന സമയങ്ങളിൽ ഇങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവനത് മനസ്സിലാക്കി ആ കുട്ടിക്ക്. ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു വിഷമത്തോടു കൂടിയായിരുന്നു ആ ഒരു സംഭവം നമ്മൾ കാണുന്ന കാര്യം. ആരും പറഞ്ഞു തരാനോ അങ്ങനെയൊന്നുമില്ല, ഭയത്തോടു കൂടിയൊക്കെയാണ് അതിനെ കണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇന്നിപ്പം എതിർലിംഗത്തിൽപ്പെട്ട കുട്ടികൾ സ്വാഭാവികമായിട്ടും അവർക്ക് പരസ്പര സ്നേഹമൊക്കെ ഉണ്ടാകും. പക്ഷെങ്കിൽ അങ്ങനെ ആണെങ്കിൽ പോലും അത് തെറ്റുകൾ തിരുത്തി, മാതാവ് അതിനെ തിരുത്തി കൊണ്ടുപോകുമ്പോൾ അത് ഒരിക്കലും പിന്നെ ഒരു കുട്ടിയോട് സ്നേഹമോ കാര്യമോ കാണുന്നത് അത് സ്വാഭാവികമാണ്. അതിനെ നമ്മൾ എതിർക്കാനോ പിടിക്കാനോ ഒന്നും പോകരുത്. അത് അങ്ങനെ സംഭവിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു പ്രോസസ്സിങ് തന്നെയാണ്. പക്ഷെങ്കിൽ അതിനെ നമ്മൾ അതിൻ്റെ തെറ്റുകൾ തിരുത്തി അവനെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അവൻ തെറ്റുകളിൽ പോയി ചാടത്തില്ല. അപ്പോൾ ഈ ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ 10 വയസ്സ് ഒക്കെ ആകുമ്പോൾ പീരീഡ്സ് ആകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹത്തോടു കൂടി ഒരു സഹോദരനെ പോലെയാണ് അവിടെ അവർ പെരുമാറേണ്ടത്. അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് സാധിച്ചു. ഇപ്പം അവന് കൂടെയുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ സാധിച്ചു കൊടുക്കുന്ന തരത്തിലോട്ട് ഒരമ്മ ആ കുഞ്ഞിനെ വളർത്തണം. അതുതന്നെയാണ് ഞാൻ ഈ അങ്ങനെ കുഞ്ഞുങ്ങൾ സമൂഹത്തിൽ വളർന്ന് വലുതാകുമ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലും അവർ ചെന്ന് പെടത്തില്ല. ഇപ്പം വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ ഈ മൊണോലിസയുടെ ആ സംഭവം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാര്യം,
എന്നെപ്പോലുള്ള അമ്മമാർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതല്ല. കാര്യം അതിൻ്റെ അമ്മയും അച്ഛനും സഹോദരങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ആ കുഞ്ഞിനെ ഹരാസ് ചെയ്യുന്നത് പോലെ പഠിച്ചിട്ടുണ്ടോ, വിദ്യാഭ്യാസം ഇല്ലെന്നൊക്കെ ഒരു കുട്ടിയോട് നേരിട്ട് മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ അത് എത്ര മാത്രം വേദന ആ സമയങ്ങളിൽ അതിൻ്റെ മുഖത്ത് അത് പ്രതിഫലിച്ച് കാണുന്നുമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടെത്തിക്കാതിരിക്കുകയാണ്. ഇങ്ങനെയുള്ള രീതികളിലൂടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങൾ നല്ല മനുഷ്യത്വമുള്ള കുഞ്ഞുങ്ങളായിട്ട് വെളിയിൽ ഇറങ്ങി വരും. അത് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും നല്ല ശിക്ഷണത്തിൽ കുഞ്ഞുങ്ങളെ മാതാവ് വളർത്തണം. അതാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. ഓക്കെ.